ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. യോഹന്നാൻ ഹെരോദേസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെരോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തത്ഫലമായി ഹെരോദേസ് യോഹന്നാനെ കാരാഗൃഹത്തിലടച്ചു. അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് 37-ാം ആണ്ട് മുതൽ ക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം 70-ാം ആണ്ട് വരെ വിശുദ്ധ നാട് ഭരിച്ച ഹെരോദ രാജവംശം. ക്രിസ്തുവിന് മുൻപ് 70-ാം ആണ്ടിൽ ഹസ്മോനിയൻ വംശത്തിലെ യഹൂദ്യ നാടുകളുടെ രാജാവായിരുന്ന അലക്സാണ്ടർ ജാനേവോസിൻ്റെ രാജഭരണത്തിൽ ഇദുമിയിൽ ഗവർണറായി നിയമിതനായ അന്തിപ്പാസ് എന്ന ഒരു ധനികനിൽ നിന്നാണ് ഹെരോദ് പുരാണം തുടങ്ങുന്നത്. ഒരിക്കൽ സീസർ ഈജിപ്തിൽ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കുവാൻ ഈ അന്തിപ്പാസ് അവിടെ ഓടിയെത്തുകയും അദ്ദേഹത്തെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. ഒരു സമ്മാനമായി സീസർ റോമൻ പൗരത്വം അന്തിപ്പാസിന് നൽകുകയും പിന്നീട് യെരുശലേമിൻ്റെ ഭരണാധികാരം എഴുതി കൊടുക്കുകയും ചെയ്തു. ക്രിസ്തുവിന് മുൻപ് 43-ാം ആണ്ടിൽ മാലിക്കോസ് എന്നൊരാൾ ഈ അന്തിപ്പാസിനെ വധിക്കുകയും മക്കളിൽ രണ്ടാമൻ ഹെരോദ് അന്നത്തെ റോമൻ ചക്രവർത്തി ആൻ്റണി യഹൂദിയയിലെ രാജാവായി വാഴിച്ചു. ക്രിസ്തുവിന് മുൻപ് 37-ാം ആണ്ടിൽ മഹാനായ ഹെരോദ് എന്ന് ചരിത്രം വിളിക്കുന്ന ആ രാജാവ് സിംഹാസനത്തിൽ ആരുടനായി ഏകദേശം 33 കൊല്ലം ഭരിച്ചു. ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് മനുഷ്യാവതാരം ചെയ്ത ആ കാലത്ത് വാഗ്ദത്ത നാട് ഭരിച്ചിരുന്ന വലിയ ഹെരോദ്, അദ്ദേഹത്തെ മഹാനെന്ന് വിളിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹം ഒരുപാട് ദുഷ്കൃത്യങ്ങൾ ചെയ്ത ഒരു രാജാവായിരുന്നു. തൻ്റെ വളരെ അടുത്ത അനുയായികളിൽ ഏകദേശം 45 പേരെ കൊന്നൊടുക്കിയ ഹെരോദ്. പിന്നീട് നമുക്കറിയാം, 3 വിദ്വാൻമാർ തൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാതിരുന്നതിൽ കോപിഷ്ഠനായി ശിശുവധത്തിന് ഉത്തരവിട്ട ഹെരോദ്. ബെത്ലഹേമിലെ അന്നത്തെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഏകദേശം 20-നും 30-നും ഇടയിൽ ആൺകുഞ്ഞുങ്ങൾ ഹെരോദാവിൻ്റെ പട്ടാളക്കാരുടെ വാളിന് ആ രാത്രിയിൽ ഇരയായതായി നാം കാണുന്നു. എന്നാൽ ഈ വലിയ ഹെരോദാവ് മരിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അവൻ്റെ പ്രദേശം അവൻ്റെ 3 ആൺമക്കൾക്കിടയിൽ വിഭജിക്കപ്പെടുകയാണ്. അവരിൽ 2 പേർ ഹെരോദാവും ഫിലിപ്പുമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഫിലിപ്പ് ഹെരോദിയാസ് എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും ഹെരോദാവ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചപ്പോൾ ഹെരോദിയാസ് ഫിലിപ്പിനെ ഉപേക്ഷിച്ച് ഹെരോദാവിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന് മുൻപ് 4-ാം ആണ്ട് മുതൽ ക്രിസ്തുവിന് പിൻപ് 39 വരെ ഭരിച്ച ഹെരോദ് അന്തിപ്പാസിനെയാണ് ഇവിടെ നമ്മൾ സ്നാപക യോഹന്നാൻ വിമർശിക്കുന്നതായി കാണുന്നത്. ക്രിസ്തു തന്നെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഈ ഹെരോദാവിനെ കുറുക്കൻ എന്ന് വിളിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, സഹോദര ഭാര്യയായ ഹെരോദിയ നിമിത്തവും തൻ്റെ ദുഷ്കൃത്യങ്ങളുടെ പേരിലും തന്നെ കഠിനമായി കുറ്റപ്പെടുത്തുന്ന സ്നാപക യോഹന്നാനെ കാരാഗൃഹത്തിലടയ്ക്കുന്ന രാജാവ് തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരിയായ രാജാവ് തെറ്റ് ചെയ്തപ്പോൾ അതിനെതിരെ രൂക്ഷമായി വിമർശിക്കുവാൻ ധൈര്യം കാണിച്ച സ്നാപകൻ അനുതാപത്തിനും ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങുന്നതിനും ആഹ്വാനം ചെയ്യുന്നതിനൊപ്പം ശക്തമായ ഭാഷയിൽ അനീതിക്കെതിരെ വിമർശിക്കുന്ന, പ്രതികരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. ആരെങ്കിലും നമ്മെ ശരിയായ ഒരു കാര്യത്തിന് വിമർശിച്ച തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന ഹെരോദാവിനെ പോലെയാണോ നമ്മൾ പ്രതികരിക്കുന്നത്? അങ്ങനെ നമ്മളെ വിമർശിക്കുന്നവർക്കെതിരെ ദുഷ്പ്രചരണവും ഇല്ലാത്ത കുറ്റവും
ആരോപിച്ച് അവർക്കെതിരെ പരദൂഷണം പറഞ്ഞ് നാം അറിയാതെ നമ്മുടെ തിന്മകളെ നാം കൂട്ടുന്നുണ്ടോ? വിമർശനങ്ങളെ യാഥാർത്ഥ്യവുമായി താരതമ്യം ചെയ്ത് അവയെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് വിമർശനങ്ങളെ സ്വയം വിലയിരുത്തി നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ആ കുറവുകൾ നികത്തി ജീവിതത്തിൽ വിമർശിക്കുന്നവരെ പരോക്ഷമായി ഉപദ്രവിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നല്ല വിമർശനങ്ങൾ അത് നമ്മുടെ തെറ്റുതിരുത്തലുകൾക്കും നമ്മുടെ നീതിപൂർണമായ ഒരു ജീവിതം ഓടിത്തീർക്കുവാനും വിധത്തിൽ വളരെ പോസിറ്റീവായി ഓരോ വിമർശനങ്ങളെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.